ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് ഒരു കാറിലും ബൈക്കിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു ക്ലോക്ക് പരിചയപ്പെടുത്തി തരാനാണ് വന്നത്. ഇതൊരു 3-in-1 പ്രൊഡക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ടെമ്പറേച്ചർ, അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ, ക്ലോക്ക്, ഇവ മൂന്നെണ്ണമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ടെമ്പറേച്ചറിൻ്റെ വയർ. ഇതിൻ്റെ ടോപ്പിലാണ് ബട്ടൺ കാര്യം മോഡ് സെറ്റൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡബിൾ ടാപ്പ് സ്റ്റിക്കറാണ് വരുന്നത്. ഇത് പൊളിച്ചിട്ട് നമുക്ക് താഴെ ഫിക്സ് ചെയ്തിട്ട് നേരെ ഡാഷ്ബോർഡിലേക്ക് ഒട്ടിക്കും. ഞാനിത് കാറിലൊന്നല്ല, കാറിലും ബൈക്കിലാണ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓട്ടോറിക്ഷയിലാണ്. ചെറിയ സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഡ്രില്ല് ചെയ്തിട്ട് 2 ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം. സ്ക്രൂ ചെയ്യാനായിട്ട് ഈ 2 ചെറിയ നെട്ടും ബോൾട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഇതിൻ്റെ താഴെ കാണുന്ന 2 സ്ക്രൂ റിമൂവ് ചെയ്യണം. ആദ്യം ഇതിൻ്റെ ടോപ്പിൽ ഈ കേസ് ഒഴിവാക്കിയിട്ട് നേരെ ഇവിടേക്ക് ഇറക്കി വെച്ചിട്ട് താഴെ സ്ക്രൂ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്റ്റാൻഡിൽ വെക്കണമെന്നൊന്നുമില്ല. കാറിലൊക്കെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഡബിൾ ടാപ്പ് ക്ലോക്കിൻ്റെ താഴെ ഒട്ടിച്ചിട്ട് നേരെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് ഓട്ടോറിക്ഷയിൽ ആയതുകൊണ്ടാണ് മുകളിൽ വെച്ചാൽ ഒന്നുകൂടി ഒരു വൃത്തി ഉണ്ടാവുമെന്ന് വെച്ചാണ് ഞാൻ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലോക്കിൻ്റെ കണക്ടർ ഉപയോഗിച്ചിട്ട് വണ്ടിയുടെ 12 വോൾട്ട് DC ചാർജറിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഡിസ്പ്ലേയിൽ ടൈം, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് എത്ര വോൾട്ടാണോ വരുന്നത് അതെല്ലാം നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നതാണ്. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ്. സോൾഡർ ചെയ്തിട്ട് കൊടുക്കണം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സോൾഡർ ചെയ്യാനായിട്ട്. ഈ ഒരു കണക്ടറുള്ളത് ഫ്യൂസാണ് ഉണ്ടാകുക. ആ ഫ്യൂസ് നമുക്ക് എടുത്തിട്ട് പോസിറ്റീവ് വയറായിട്ട് കണക്ട് ചെയ്യണം. ഇവിടെ 2 ലെഗ് കാണുന്ന ഭാഗം പോസിറ്റീവും മറ്റേ ഭാഗം നെഗറ്റീവാണ്. വയറിൻ്റെ വൈറ്റ് ലൈന് വരുന്ന ഭാഗമാണ് പോസിറ്റീവ് വയർ. ആ വയറൊന്ന് നമുക്ക് ഫ്യൂസിൻ്റെ മറ്റേ അറ്റത്തേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. പോസിറ്റീവ് വയർ കണക്ടറിൻ്റെ പോസിറ്റീവ് ലെഗിലേക്കും നെഗറ്റീവ് വയർ കണക്ടറിൻ്റെ നെഗറ്റീവ് ലെഗിലേക്കും ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്.